In the case of the United States versus Thomas Zachariah, the defendant, Thomas Zachariah, is charged with 2 counts of violating federal law. On the charge of conspiracy to commit an act of terrorism transcending national boundaries, the court finds the defendant guilty as charged. On the charge of conspiracy to provide material support and resources to a designated foreign terrorist organization, the court finds the defendant guilty as charged. Being found guilty of these charges, this court hereby sentences the defendant to life in prison without the possibility of parole. The defendant will serve his sentence at a designated federal supermax penitentiary. May we come in? Yes. Guys, sit there. Thank you, officer. Can you remove his handcuff, please? But Doc... Listen, officer, if you want me to look at him, you need to remove his handcuff. Yes, ma'am. ഹലോ ആ മോനെ ഐ കോൾ യു ബാക്ക്. അമ്മയ്ക്കൊരു പേഷ്യൻ്റ് ഉണ്ടേ. സോ ഹൗ ആർ യു ഡൂയിങ്? സക്കറിയ തോമസ്? അല്ല, സക്കറിയ തോമസ് സക്കറിയ. ഓ, മലയാളിയാണല്ലേ. എനിക്കിപ്പോൾ ഈ മലയാളികളെയും സ്പാനിഷുകാരെയും കണ്ടാൽ തിരിച്ചറിയില്ല. എന്റെ മുന്നിൽ വരുന്നവർക്കെല്ലാം ഈ ഓറഞ്ച് യൂണിഫോമാ. എല്ലാവരെയും കണ്ടാൽ ഒരുപോലിരിക്കും. ആകെ ക്ഷീണിതനാണല്ലോ. ആൻഡ് യു ലുക്ക് പേൽ ടു. ആഹാരമൊന്നും കഴിക്കുന്നില്ലേ? കള്ളുടിച്ച് കാറ് ഇടിച്ചിട്ടുണ്ടാവും അല്ലേ? മാസത്തിൽ ഒരു മലയാളിയെങ്കിലും വരും എന്റെ മുമ്പിൽ. DWI, ഡ്രൈവിംഗ് വൈൽ ഇൻടോക്സിക്കേറ്റഡ്. ഞാൻ അമേരിക്കയിൽ വന്ന പിന്നെ ഡ്രൈവ് ചെയ്തിട്ടില്ല. ഞാൻ ഈ നാട്ടിലെത്തിയ എൻ്റെ 8ാം നാൾ ജയിലിലായതാ. എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുന്നു. നീണ്ട 4.5 വർഷത്തെ യാതനകൾക്ക് ശേഷം അവസാനം വിധി വന്നു. ഇന്നലെ എന്നെ വെറുതെ വിട്ടു. എനിക്കിന്ന് റിലീവിങ്ങാ. അതിനു മുമ്പായിട്ടുള്ള സ്നേഹപ്രകടനങ്ങളായിരുന്നു ഇന്നലെ രാത്രിയിൽ. അതും ഇവിടുത്തെ പോലീസുകാരുടെ വക. ഇറക്കി വിടുന്നതിന് മുമ്പ് കുഴപ്പമൊന്നുമില്ലെന്ന് ഡോക്ടർ എഴുതി തന്ന എനിക്ക് പോവാം. സക്കറിയ തോമസ്, സോളിസിറ്റിംഗ് ആൻഡ് റിക്രൂട്ടിംഗ് മെമ്പേഴ്സ്. ആഹാ, ആള് കൊള്ളാമല്ലോ. അത് നാട്ടിൽ നിന്ന് അമേരിക്ക വന്നിട്ട് 8 ദിവസത്തിനുള്ളിലോ? നോ ഡോക്ടർ, സംഭവിച്ചതൊന്നുമല്ല. ഞാൻ പെട്ടുപോയതാ. എൻ്റെ അമ്മച്ചി, അങ്ങനെയൊന്നും പറയാതെ. മോളിയൊക്കെ അവിടെ അടുത്തില്ലേ? അവൻ ഏതായാലും ഇങ്ങോട്ടൊന്ന് വരട്ടെ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അങ്ങ് തിരിച്ചു വന്നാ പോരെ? അവനു വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെങ്ങനെയാ?
എൻ്റെ ഒരു കടം വീട്ടിലായിട്ട് കരുതിയാൽ മതി. വിസ ഇൻ്റർവ്യൂവിന് ഏതായാലും മദ്രാസിൽ പോകണം. ഡേറ്റ് ശരിയാകുമ്പോൾ ഞാൻ അറിയിക്കാം അമ്മച്ചി. എന്നാ ശരി, ഓക്കെ, ബൈ. അമ്മച്ചിക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ നീ എന്തിനാണ് ഈ റിസ്ക് എടുത്ത് അവനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? നാളെ നമുക്കിതൊരു പാരയാകരുത്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, പിന്നെ നിന്റെ ഇഷ്ടം. എൻ്റെ മാത്തച്ഛൻ്റെ കുടുംബക്കാര് അമ്മച്ചി സഹിതം എല്ലാവരും ഇവിടെ ഇല്ലേ? ഒറ്റയ്ക്ക് ഇവിടെ കഴിയുന്നവർക്ക് അതിൻ്റെ വിഷമം അറിയൂ. അവൻ പഠിത്തം ഉഴപ്പിയതുപോലും എനിക്ക് വേണ്ടിയാ. അപ്പനെ കൊണ്ട് രണ്ടുപേരുടെ വിദ്യാഭ്യാസം താങ്ങാൻ കഴിയാത്തത് കൊണ്ടാ അവൻ ഉഴപ്പി പെയിന്റിങ്ങിന് പോയത്. അവനും കൂടെ ജോലി ചെയ്ത കാശ് കൊണ്ടാ ഞാൻ നേഴ്സായതും മാത്തച്ഛൻ എന്നെ കെട്ടി ഇവിടെ കൊണ്ടുവന്നതും. അവൻ ഇപ്പോഴും ഒരു കമ്പനിയിൽ ജോലി തുടർന്നുകൊണ്ടിരിക്കുക. അപ്പം മരിക്കുന്നതിനു മുമ്പ് എന്നോട് പ്രത്യേകം പറഞ്ഞതാ, നീ തൊമ്മിക്കുഞ്ഞിനെ മറക്കരുതെന്ന്. മാത്തച്ഛൻ ഇതിനൊരു എതിരും പറയണ്ട. ഐ ഹാവ് ടു ഡു ദിസ്. എന്റെ പൊന്നേ, ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല, നീ ഒന്നും കേട്ടിട്ടുമില്ല. ഞാൻ ഉറങ്ങാൻ പോവാ. ഗുഡ് നൈറ്റ്. ചേച്ചി, മോനെ തുമ്മിക്കുഞ്ഞെ, അവസാനം ഇങ്ങെത്തി. Hi, uncle. Here, take this. മനസ്സിലായില്ലേ? ചാളി. എടാ സാംകുട്ടി, എന്റെ കർത്താവേ, നീ അങ്ങ് വലിയ ആളായല്ലോടാ. നീ ആ വണ്ടി ഇങ്ങെടുക്ക്. Here, give me this. I got it. എന്നൊക്കെ അയച്ചേ? യാത്രയൊക്കെ സുഖമായിരുന്നു മോനെ. പിന്നെ ചേച്ചിയമ്മ, എന്റെ മാത്തച്ചായം വന്നില്ലേ? എടാ മോനെ, ഇച്ചായൻ ഇന്ന് ജോലിയാ. അതുകൊണ്ടല്ലേ ഞാൻ ഇവനെയും കൂട്ടിക്കൊണ്ട് വന്നത്. എനിക്കിപ്പോഴും ഇവിടെ സിറ്റിയിൽ ഓടിക്കാൻ പേടിയാ. പുള്ളിക്ക് എന്നും ജോലിയാ. അടയ്ക്ക് മോനെ. എടാ സാമേ, ഹൗ ആർ യു? എന്നാ ഉണ്ട് നിന്റെ കോളേജ് വിശേഷമൊക്കെ? I'm good, Chaya. College is a bit tough. പോടാ ടഫ്. അതിനു വല്ലതും പഠിക്കണേ. ഇവനിപ്പം പഠിത്തത്തിലൊന്നുമല്ല താല്പര്യം. Mommy, can you please stop this? എന്താടാ സാമേ, വല്ല ചുറ്റിക്കളിയിലുണ്ടോ? അതിനെക്കുറിച്ച് ഏതായാലും പറയാതിരിക്കുന്നതാ നല്ലത്. ഓ, അതിലിപ്പോ ചമ്മ തന്നെ ഇരിക്കുന്നേ. Mommy, please. Can we please stop this conversation? പോട്ടെടാ സാമേ, മമ്മി എന്നോടല്ലേ പറഞ്ഞേ, ടേക്ക് ഇറ്റ് ഈസി. ഇതൊക്കെയാടാ കുട്ടാ ഞാൻ ശരിക്കും മിസ് ചെയ്യുന്നത്. അടിപൊളി. മാത്തച്ഛനായിരിക്കും, പക്ഷെ ജോലിന്ന് വരാൻ സമയമായില്ലല്ലോ. Don't worry, Mom. I got it. Hey, come in. Chaya, ഇത് Zaida. We study together. ഞങ്ങൾ ഒന്നിച്ചോട് assignment ചെയ്യുക. Zara, this is my uncle. He just came from India. Hi. ഹലോ ചേച്ചി, ചേച്ചിയമ്മോ. എന്തുവാടാ? ആ പെങ്കൊച്ച് അവള് പാകിസ്ഥാനിയാണോ? എൻ്റെ പൊന്നെ, അവള് പാകിസ്ഥാനി ഒന്നും അല്ല, ഒരു എമർത്തി. ദുബായിൽ നിന്ന് ഇപ്പോൾ ഇവിടെ പഠിക്കാൻ വന്നത്. ഇപ്പം ഫുൾ ടൈം അവളുമായിട്ടാ കറക്കം. ഞങ്ങൾ എന്തെങ്കിലും പറയാൻ പോയാൽ ഞങ്ങളുടെ തലയെടുക്കാൻ വരും. അതുകൊണ്ട് ഞങ്ങളൊന്നും പറയാൻ പോകത്തില്ല. നിങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട. അവൻ ഇവിടെ ജനിച്ചു വളർന്നല്ലേ, അതൊക്കെ അവൻ നോയിക്കോളൂ. എന്നാലും ഇത്രയും മദാമ പിള്ളേരിവിടെ നടന്നിട്ട് ഇവൻ ഈ എമർത്തിയെ മാത്രമേ കിട്ടിയുള്ളൂ ലൈനടിക്കാൻ. ഒരു എമർത്തി. അളിയോ? ആ അളിയാ. വേണ്ട, ആകെ മുഷിഞ്ഞിരിക്കുവാ. ഓ അളിയാ, അളിയാ എന്നാ പണിയാ കാണിച്ചത്? അളിയനും കൂടി വരുന്ന ഞാൻ വിചാരിച്ച എയർപോർട്ടിൽ. അയ്യോ ഒന്നും പറയണ്ട, ഒരുത്തൻ കയറി ഓഫ് വിളിച്ചു, പിന്നെ അവിടെ തൂങ്ങി നിൽക്കേണ്ടി വന്നു. എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? സുഖമായിരുന്നോ? ഓ എന്നാ സുഖാളിയാ. ഇരുന്നിരുന്ന് മനുഷ്യന്റെ മൂട്ടില് വേറെ, പിന്നെ കഴിക്കാൻ തന്നതോ പുല്ലും കായും ബണ്ണും. വല്ലാത്തൊരു യാത്രയായിപ്പോ. എടാ തുമ്മിക്കുഞ്ഞെ, കഴിഞ്ഞ 10-24 വർഷമായിട്ട് ഞങ്ങളൊക്കെ ഈ യാത്രയാ ചെയ്തോണ്ടിരിക്കുന്നത്. നീ എന്തറിഞ്ഞിരിക്കുന്നു? അയ്യോ നമിച്ചേ. Mommy, I'm gonna go drop her and come, okay? Okay. Bye. നീ പോയി കുളിക്കാൻ നോക്ക്, ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം കേട്ടോ.
ആഹാ, നീ ഉറങ്ങിയില്ലേ? ഇന്നലെ ഈ സമയത്ത് കൂർക്കം വലിച്ചുറക്കമായിരുന്നല്ലോ. താൻ ഇറങ്ങടോ, തൊമ്മിക്കുഞ്ഞിനെ പരിചയപ്പെടാം. വാ തൊമ്മിക്കുഞ്ഞെ, ഇതാ ടെസ്സ. ഞങ്ങൾ ഒന്നിച്ചാ ജോലി ചെയ്യുന്നത്. പിന്നെ ഇവളാണ് എന്നും എന്റെ സാരഥി. ചേച്ചി. ഹലോ. ഹലോ. ചാളി വന്നില്ലേ? ആ പെണ്ണും വേറെ രണ്ടുപേരും വന്നിട്ടുണ്ട്. മുറി അടച്ച ഒറ്റ ഇരിപ്പാ. ഞാൻ ഇതൊക്കെ മാറ്റിയിട്ട് വരാം. ടെസ്സ ചായ കുടിച്ചിട്ട് പോയാൽ മതി കേട്ടോ. വാടോ, അകത്തേക്ക് വാ, ഒരു ചായ കുടിച്ചിട്ട് പോ. Mom, do you have any manners? എങ്ങനെയുണ്ട്? അമേരിക്കയൊക്കെ ഇഷ്ടപ്പെട്ടോ? ബെസ്റ്റ്. ഒന്നും പറയാതിരിക്കുന്ന ഭേദം. കേട്ടോ ചേച്ചിയമ്മേ, നിങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ എൻ്റെ കാര്യം മഹാകഷ്ടത്തിലാ. ആ മലയാളം പത്രമാണെങ്കിൽ 2 പ്രാവശ്യം ഞാൻ വായിച്ചു. TV കാണാന്ന് വെച്ചാൽ ഇവന്മാരുടെ ഭാഷയോട്ട് എനിക്ക് മനസ്സിലാവുകയില്ല. ഇതൊക്കെ തുടക്കത്തിലുള്ള പ്രശ്നല്ലേ, പിന്നെയൊക്കെ ശീലായിക്കോളും. ഈശ്വര. ഏടാ മോനെ, നീ വന്നിട്ട് 2 ദിവസമല്ലേ ആയുള്ളൂ. അപ്പൊ ഞങ്ങളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അത് പിന്നെ TV പോലും ഇല്ലോ ചേച്ചി. സൂസ് ചേച്ചിയെ, ആ മലയാളം ടിവിക്കാരെ വിളിച്ച് ഒരു ബോക്സ് ഓർഡർ ചെയ്യാമല്ലായിരുന്നോ? തൊമ്മിക്കുഞ്ഞിന്റെ ബോറടിയൊക്കെ ഒന്ന് മാറട്ടെ. അങ്ങനെയുള്ള നല്ല കാര്യം പറഞ്ഞു കൊടുക്കട്ടെ സാർ. താങ്ക് യു. ഞാൻ മലയാളം ടിവിക്കാരെ വിളിക്കാം. 1-2 ദിവസത്തിനുള്ളിൽ നിനക്ക് മലയാളം ചാനൽസ് എല്ലാം കിട്ടും. അതുവരെ മോൻ ചാർലിയുടെ ലാപ്ടോപ്പ് യൂസ് ചെയ്യ. അവന്റെ ലാപ്ടോപ്പ് ആ സൈറയുടെ കയ്യില. തന്നെയല്ല, ചാർലിക്ക് അത് ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. ഇവിടേക്ക് വളർന്ന പിള്ളേരല്ലേ. ഇവിടെ വളർന്ന പിള്ളേര്. ഞാൻ പറയാം അവനോട് തിരികെ വാങ്ങി വരാൻ. നീ തൽക്കാലം അത് ഉപയോഗിക്ക. ഓക്കെ, ലാപ്ടോപ്പെങ്കിൽ ലാപ്ടോപ്പ്. അപ്പോ ടെസയുടെ വീട്ടുകാരൊക്കെ? അപ്പനും അമ്മയും 2 ആങ്ങളമാരും ഉണ്ട്. അവരൊക്കെ അങ്ങ് നാട്ടിലാ, ഏറ്റുമാനൂര്. അപ്പൊ കല്യാണം? ഇത്രയും നാളും ഇവളുടെ വരുമാനത്തിലാ അവളുടെ വീട്ടുകാർ കഴിഞ്ഞത്. ഇപ്പൊ ഞങ്ങൾ ഇവൾക്ക് കല്യാണം നോക്കുന്നുണ്ട്, അല്ലേടി? ഓ പിന്നെ കല്യാണം എന്നെ കെട്ടിക്കണമെന്ന് എന്റെ അപ്പനും കൂടെ തോന്നണ്ടേ? പിന്നെ ഇങ്ങനെ സർവ്വസ്വതന്ത്രയായി നടക്കുന്നതിന് ഒരു യോഗം വേണം. അത് കറക്റ്റ്. ടെസ പറഞ്ഞതിനോട് 100% ഞാൻ യോജിക്കുന്നു. പിന്നെ ഈ കല്യാണം എന്ന് പറയുന്നത് പുറത്ത് നിന്ന് കാണുന്ന പോലെ അത്ര ഈസി ഒന്നുമല്ല. ഓഹോ, അപ്പൊ നീ എത്ര കല്യാണം കഴിച്ചു? അതിന് കല്യാണം കഴിക്കണമെന്നുണ്ടോ? അല്ല ടെസ. Mom, I'm gonna drop them home, okay? Okay. Bye. ചേച്ചി, ഈ പള്ളിയുടെ മുകളിൽ എന്തുവാ എഴുതി വെച്ചിരിക്കുന്നത്? മനസ്സിലാവുന്നില്ല. നിനക്കൊട്ടും ഇംഗ്ലീഷ് അറിയത്തില്ലേ? ചേച്ചിയെ, എന്നെ കൊണ്ട് 2 ദിവസമായാലും ജോലിക്ക് കണ്ടിട്ട്. സുഖമായിട്ടിരിക്കുന്നു. നിങ്ങളെ അകത്ത് കണ്ടില്ലല്ലോ. ഒന്നും പറയണ്ടടോ, ഇവിടെ ഒരുക്കി കൊണ്ടുവന്നപ്പോഴേക്കും കുർബാന പകുതിയായി. ആരെ കാണിക്കാനാണാവോ? ഒന്ന് പോ ചേച്ചി, ഞാൻ എഴുന്നേക്ക ഇച്ചിരി ലേറ്റായി, അതും കൊണ്ടാ. ഓ, അതൊന്നും സാരില്ലടോ. കുർബാന തീരുന്നതിന് മുമ്പ് ഇങ്ങ് എത്തിയല്ലോ. സിസിലി, ഇതെന്റെ ബ്രദർ തോമസ്. തൊമ്മിക്കുഞ്ഞു വന്നെന്ന് ഇവള് പറഞ്ഞായിരുന്നു. ഏതായാലും ചേച്ചിക്കൊരു കൂട്ടായല്ലോ. ചേച്ചി ഹാപ്പി ആയില്ലേ ഇപ്പൊ? അതെ അതെ, പെട്ടുപോയത് ഞാനല്ലേ. ഇപ്പൊ വീട്ടിലെ പണി മുഴുവൻ ഞാനാ എടുക്കുന്നത്. മതിയടാ. ജോലി ഇല്ലെന്ന്. ഇന്നുണ്ട് ചേച്ചി, ജോലിയുണ്ട്. Yeah, where? ഇന്ന് രാത്രി. Oh, okay. Mommy, here's the keys. You guys go home. I'll come later. നീ എങ്ങോട്ടാ? Don't worry, I'll be home soon. ശരി, കാണാം. ശരി, നോക്കേ. ബൈ. അളിയ, ഇവിടെ ഈ വണ്ടി ഓടിക്കാൻ പഠിക്കാനൊക്കെ എളുപ്പമാണോ? പിന്നെ വണ്ടി ഓടിക്കാനായിട്ട് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും. അപ്പൊ എനിക്കൊരു ലൈസൻസ് എടുക്കണമല്ലോ. എന്റെ മോനെ ആദ്യം റിട്ടൺ ടെസ്റ്റ് എടുക്കണം. ആണോ? അതിന് ബുക്ക് മേടിച്ച് പഠിക്കണം. അതെ. എന്നാ നാളെ തന്നെ പോയേക്കല്ലോ അളിയോ? പിന്നല്ലാതെ. ഹലോ ചാർലി, വേർ ആർ യു? പിന്നെ $5,000 എൻ്റെ കയ്യിലെങ്ങും ഇല്ല കാശ്. നീ വീട്ടിൽ വരാൻ നോക്ക്. ബൈ. എന്താടി പ്രശ്നം? അവൻ അവൻ്റെ ഫ്രണ്ടിന് ഏതാണ്ട് കൊടുക്കാൻ $5,000 വേണമെന്ന്. പിന്നെ നല്ല കളിയല്ലേ. ഞാൻ പറഞ്ഞു പോയി പണി നോക്കാൻ. പൈസ ഉണ്ടാക്കണതിന്റെ ബുദ്ധിമുട്ട് വല്ലതും പിള്ളേർക്കറിയാവോ? $5,000 എന്തിനാ ഇത്രയും കാശ്?
എന്നാ വെച്ചാൽ ലേറ്റ് ആയേ? ഓ ഒന്നും പറയണ്ട. ആ 19-ലെ പേഷ്യന്റ് പെട്ടെന്ന് ഫെയിന്റ് ചെയ്തു. ഒരു മൈൽഡ് അറ്റാക്ക് ആയിരുന്നു. കുറെ പണിപ്പെട്ടു. ICUലോട്ട് മാറ്റിയിട്ടുണ്ട്. ചേച്ചി, അമ്മച്ചി നാട്ടിൽ നിന്ന് ഇച്ചിരി കണ്ണിമാങ്ങാച്ചറ് കൊടുത്തുവിട്ടിട്ടുണ്ടേ. ഓ, നിന്റെ ഒരു യോഗം. നിന്റെ അമ്മച്ചി ഇപ്പോഴും കണ്ണിമാങ്ങാച്ചാറൊക്കെ കൊടുത്തുവിടുന്നുണ്ടല്ലേ? എന്റെ ചേച്ചി, വയസ്സായിട്ടും മോളെ കെട്ടിക്കാൻ പറ്റാത്തതിന്റെ വിഷമം എന്റെ അമ്മച്ചി ഇങ്ങനെയൊക്കെ തീർക്കണേ. അത് പറഞ്ഞപ്പോഴാ ഓർത്തത്, സൂസിയുടെ ബ്രദർ ജോലി വല്ല നോക്കുന്നുണ്ടോ? എന്തെങ്കിലും ആയോ? അതിന് തൊമ്മിക്കുഞ്ഞു വന്നിട്ട് 2-3 ദിവസമല്ലേ ആയുള്ളൂ. എടി, നിനക്കിതൊക്കെ കൃത്യമായിട്ട് അറിയാവല്ലോ. അല്ല സൂസി, ഇവളെ നമുക്ക് നമ്മുടെ തൊമ്മിക്കുഞ്ഞിനൊന്ന് ആലോചിച്ചാലോ? പുള്ളിക്കാരന്റെ കാര്യം പറയുമ്പോ ഇവക്ക് 100 നാവാ. ചേച്ചിക്ക് വേറെ പണിയൊന്നുമില്ല. ഞാൻ പോവാ. അല്ല സൂസൻ, സിസിലി പറഞ്ഞ നമുക്കങ്ങ് ആലോചിച്ചൂടെ? ടെസയെ കുറച്ചു നാളായി നമുക്ക് അറിയാവുന്നല്ലേ. എന്റെടോ, ഇതുമായിട്ട് ഞാൻ അവന്റെ അടുക്ക ചെന്നാല് അവൻ എന്റെ തല കളയും. അവനാണ് സ്കൂള് തൊട്ട് ഒരു നായർ പെണ്ണുമായിട്ട് പ്രേമത്തില്ല. അവളെ അല്ലാതെ വേറെ ആരെയും വിവാഹം കഴിക്കത്തില്ല. അവളോ ഒരു പാവം കൊച്ച്. അതുകൊണ്ട് ഞങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായത്. അയ്യോ, ഞാൻ ആ ടെസക്കുഞ്ഞിനെ പറഞ്ഞ് വെറുതെ ചാടേ കയറ്റി. ഛേ, വേണ്ടായിരുന്നു. അത് ശരിയാ, അവളുടെ മുമ്പിൽ വെച്ച് അത് സംസാരിക്കണ്ടായിരുന്നു. അത് സാരമില്ല, ഞാൻ അവളോട് പറഞ്ഞോളാം. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, കഴിക്ക. Hello, Sarah. Hi, Uncle. Here's Charlie's laptop. Actually, this was with my brother. We just came to drop it. Oh. Sarah, come. All right, Uncle. Tell Charlie I said hi. Bye. Hey, Uncle. സാമേ, നീ കണ്ടോ സാറേ? കുറച്ചും കൂടെ വന്നിരുന്നു. ദേ, ഇതുകൊണ്ട് തരാൻ. Really? But her phone's been switched off since yesterday. And the apartment's locked. അവളുടെ ബ്രദറിന്റെ കൂടെ പോയി. Brother? I'll be right back. Hi there. Hello, sir. How are you? Can we come in? What is your name? My name Thomas Zakaria. This is my sister house. Is anyone else here? Are you alone here? Yes, all gone. Work, job. Okay, do you have a computer here? Computer? Yes, laptop. Yes. Mr. Zakaria, you are under arrest. Put your hands behind your back. Behind your back. Stop. Be quiet. Sir, ഞാൻ ചെയ്തിട്ടില്ല സാറേ, ഞാൻ വന്നേ ഉള്ളൂ. Sir, you have the right to remain silent. Anything you say can and will be used against you in a court of law. You have the right to speak to an attorney. Officer, what are you doing? He's my brother. He just came to the US. Step back. Please come to 103 precinct. We take him for interrogation. Sir, maybe you have the wrong person. He's innocent. Ma'am, please come to 103 precinct. We taking his laptop also. What? Officer! എന്തോ പറ്റിയടാ? Watch your head. തൊമ്മിക്കുഞ്ഞേ, please.
ഓഫീസർ എന്താ പ്രശ്നം? ഓഫീസർ എന്താ പ്രശ്നം? ചേച്ചി ചേച്ചി കരയില്ലേ? വിഷമിക്കില്ല. അയ്യോ ചേച്ചി ചേച്ചി കരയില്ല ചേച്ചി, കരയില്ല പ്ലീസ്. Hey, Mommy, have you seen Thomas, Uncle? I mean, Achayan? I think he has my laptop. അഴൽ വഴിയിലെന്നുമേ കനവുടഞ്ഞു നീറും വീഴാമ്പലായി വിരഹമെഴുതുന്നൊരീ അഴൽ വഴിയിലെന്നുമേ കനവുടഞ്ഞു നീറും കോളേജിൽ പഠിക്കാൻ വന്ന ചില കുട്ടികൾക്ക് തോന്നിയ ബുദ്ധിയില്ലായ്മ അല്ലെങ്കിൽ അതിബുദ്ധി. ചാർലിയെ കൊടുക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. അതിനവർ സേറെ ആയുധമാക്കി. തീവ്ര സ്വഭാവമുള്ള ചില സംഘടനകളിലേക്ക് അവരാളുകളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെ ആശയങ്ങൾ അവർ പ്രചരിപ്പിച്ചത് ചാർലിയുടെ ലാപ്ടോപ്പിലൂടെയായിരുന്നു. അതിൽ പെട്ടുപോയത് ഈ പാവം ഞാൻ. സേറ വന്ന് കൺഫ്രൻസ് ചെയ്തുകൊണ്ട് ഇപ്പം ഞാൻ പുറത്തിറങ്ങുന്നത്. അല്ലെങ്കിൽ ഒന്നും അറിയാതെ ഞാനൊരു തീവ്രവാദിയായനെ, ടെററിസ്റ്റ്. ഐ എം സോ സോറി തോമസ്. എൻ്റെ കരിയറിൽ ഇങ്ങനെ ഒരു സംഭവം ഇത് ആദ്യമായിട്ടാണ്. ഒരു തെറ്റും ചെയ്യാതെ 4.5 വർഷം ജയിലിൽ, അതും അമേരിക്കയിലെത്തി ഒരാഴ്ചക്കകം. കഴിഞ്ഞത് കഴിഞ്ഞു. ഒരു കറുത്ത അധ്യായമായി കരുതി എല്ലാം മറക്കാൻ ശ്രമിക്കുക. ഇനിയുള്ള ജീവിതം സന്തോഷപൂർണ്ണമാവട്ടെ. ഇനി എന്ത് ജീവിതം ഡോക്ടർ? മകനെ ഓർത്ത് ഉരുകി അമ്മച്ചി മരിച്ചു. കെട്ട് പറഞ്ഞു വെച്ചിരിക്കുന്ന പെണ്ണ് എവിടെയാന്ന് പോലും എനിക്കറിയില്ല. ഇനി എന്ത് ജീവിതം? ഇതെന്താ കൊച്ചുകുട്ടികളെ പോലെ? എല്ലാം ശരിയാവും, സമാധാനായിരിക്കും. ഇരുൾ വന്നു മൂടുമീ വിജനതയിലെന്നുമേ ഇതളൂർന്ന പൂവിൻ നോവുമായി. ഇരുൾ വന്നു മൂടുമീ വിജനതയിലെന്നുമേ ഇതളൂർന്ന പൂവിൻ നോവുമായി. നിറമുള്ളൊരോർമ്മത്തൻ കുളിരിൻ്റെ ചില്ലയിൽ സ്വയം നനഞ്ഞ
സംഭവിച്ചിട്ടില്ല. നീ അങ്ങനെ ഒന്നും കരുതിയാൻ വേണ്ട. ചേച്ചിയമ്മയുണ്ട് നിനക്ക്. ദേ ഇങ്ങോട്ടൊന്ന് നോയിക്ക്, നിനക്കൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ. നിന്നെ അല്ലാതെ വേറെ ആരെയും കല്യാണം കഴിക്കത്തില്ലെന്നുള്ള വാശിയിലായിരുന്നു അവള്. അതുകൊണ്ട് ഞാൻ അവളെ ഇങ്ങ് കൊണ്ടുവന്നു. വിരഹമെഴുതുന്നൊരീ അഴൽ